ഹരേ കൃഷ്ണ. ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ. കൃഷ്ണബന്ധുക്കളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാമായണ മാസത്തിൽ ഇപ്പോൾ 24 ദിവസമായിരിക്കുകയാണ്. എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നുണ്ട്, യുദ്ധകാണ്ഡമൊക്കെ എത്തി എന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് നാളായി കഥയൊന്ന് പറഞ്ഞിട്ടിട്ടല്ലേ. ഭഗവാൻ കഥകൾ കേൾക്കാനും ഭജനകൾ പാടാനും കേൾക്കാനും ഒക്കെ അവസരങ്ങൾ ഒരുപാട് തരുന്നുണ്ട്. ഗൗരാംഗി കൃഷ്ണയുടെ പേജിലേക്ക് വന്ന് കഥ പറയാനായിട്ടുള്ള അവസരം മാത്രം ഒത്തുവരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഒരു കഥ കേട്ടാലോ? ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് ക്ഷേത്രത്തിലെ പണ്ഡിറ്റ്ജി ഒരു ബ്രജവാസിയാണ്. അദ്ദേഹം ഭഗവാന്റെ നാട്ടിൽ നിന്ന് വന്നതാണ്. ഒരുപാട് പേരുണ്ട് അവിടെ നിന്ന്. വൃന്ദാവനത്തിൽ അവിടെ നിന്നുള്ള ഒത്തിരി ആളുകൾ അവരുടെ എന്താ പറയുക, ഒരു മടിയുമില്ലാതെ ഭഗവാന്റെ മുന്നിൽ ഭജനകൾ കേൾക്കുമ്പോൾ എല്ലാം മറന്നു നിന്ന് നൃത്തം ചെയ്യുന്ന ഒരുപാട് ഭക്തരെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കഥയാണ്, രസകരമായ കണ്ണൻ്റെ ഒരു കൊച്ചു കഥ. വൃന്ദാവനത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൃഷ്ണബന്ധുക്കൾ അവിടെ ഇതിനോടകം ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളവരും ഉണ്ടാകും. അപ്പോൾ രമൺ രേത്തിയെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, അത്രയും സ്മൂത്തായിട്ടുള്ള പഞ്ഞി പോലത്തെ മണ്ണാണ് അവിടെ ഉള്ളത്. അത്രയും സ്മൂത്താണ് അവിടുത്തെ മണ്ണെന്ന്, അതാണ് അവിടുത്തെ പ്രത്യേകതയും. ഇപ്പോൾ കണ്ണൻ കുഞ്ഞുനാളിലേ തന്നെ ഓടിക്കളിച്ച് കൂട്ടുകാരോടൊപ്പം ഗോപാലകരുടെ ഒപ്പം ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ്. എന്തെല്ലാം കളികൾ ഭഗവാൻ അവിടെ കളിച്ചിട്ടുണ്ട്. ഒളിച്ച് കളിക്കുക, ഓടിക്കളിക്കുക, അവരുടെ കൂടെ എല്ലാ മരത്തിലും ഓടിച്ചാടി കളിച്ച് നടന്നിരുന്ന സ്ഥലം, പശുക്കളോടൊപ്പം ഓടിക്കളിച്ച് നടന്നിരുന്ന സ്ഥലം. അങ്ങനെ കണ്ണൻ അവിടെ കളിക്കാത്ത കളികളില്ല എന്നാണ് പറയുന്നത്. അത്ര അധികം ആനന്ദിച്ച് തിമിർത്ത് നടന്ന ഒരു സ്ഥലമാണ് രമൺ രേത്തി. അതുകൊണ്ട് തന്നെയാണ് ആ മണ്ണിന് അത്രയും, ഇപ്പോഴും അവിടെ അത്രയും ആ കണ്ണൻ്റെ ആ മണ്ണിലെത്തുന്നവരെല്ലാം അവിടെ കിടന്ന് ആ മണ്ണിൽ കിടന്ന് ഉരുണ്ട് ആ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആ ഭഗവാന്റെ സ്പർശം തനിക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തരെല്ലാം അവിടെ ആ മണ്ണിൽ ഉരുളുന്ന ഒരു പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എപ്പോൾ കളിച്ചാലും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മാത്രം ഒരിക്കലും തോറ്റു കൊടുക്കില്ല. തോക്കാതെ എല്ലായിടത്തും ജയിച്ച് ഞാനാണ് രാജാവെന്നുള്ള രീതിയിലാണ് കളിയിലെല്ലാം ജയിച്ച് നിൽക്കുക. അങ്ങനെ ഒരിക്കൽ അവര് ഒരു കളി കളിക്കുകയുണ്ടായി. അതായത് ഒരാൾ കുനിഞ്ഞു നിന്നിട്ട് ഓടി വന്നിട്ട് അവരുടെ മുകളിലൂടെ, ആ കുനിഞ്ഞു നിൽക്കുന്ന ആളുടെ മുകളിലൂടെ ചവിട്ടി ചാടുക, അപ്പുറത്തോട്ട് ചാടുക. അപ്പോൾ അങ്ങനെ ചാടാൻ കഴിയാത്തവര് മേത്ത് തട്ടാതെ ചാടണം. അപ്പോൾ അങ്ങനെ ചാടുന്ന സമയത്ത് ചാടാൻ പറ്റാതെ ആവുന്നവര് ഔട്ടാവും, കളിയിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ വീണ്ടും കുനിഞ്ഞു നിൽക്കേണ്ട ആള് ആ ഔട്ടായ ആളായിരിക്കും. അപ്പം അങ്ങനെയാണ് കളി പോകുന്നത്. അപ്പോൾ കളിച്ച് കണ്ണൻ എത്തുമ്പോൾ മാത്രം എല്ലാവരും ഔട്ടാവുന്നുണ്ട്. പക്ഷെ കണ്ണൻ മാത്രം കളിയിൽ ഒരു തവണ പോലും കണ്ണനെ തോപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ആര് കുനിഞ്ഞു നിന്നാലും കണ്ണൻ ചാടി രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും കണ്ണനെ തോപ്പിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യും, ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്ന് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, ഒന്ന് ചലിച്ച് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി. അപ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന കൃഷ്ണന് പതിയെ ഒരു സംശയം തോന്നുന്നത് പോലെ ചാടാൻ പറ്റാതെ ആവുകയാണ്. അപ്പോൾ ചാടാൻ പറ്റാതെ ആവുന്ന സമയം തന്നെ നോക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് പറയും, അങ്ങനെ കണ്ണൻ തോറ്റിരിക്കുകയാണ്, കണ്ണൻ നീ തോറ്റു, നീ ഇപ്രാവശ്യം തോറ്റു, ഇനി നീ കുനിഞ്ഞ് നിന്ന് കളിച്ചേ പറ്റുള്ളൂ, ഇനി ഞങ്ങളെല്ലാം നിന്റെ പുറത്തോടെ ഓടും, നീ കുനിഞ്ഞ് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒത്ത് വിളിക്കുകയാണ്. അപ്പം അത്രയും നേരം എല്ലാവരെയും തോപ്പിച്ച് നിന്നിരുന്ന കണ്ണൻ ഒരു പ്രാവശ്യം തോൽക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോഴേക്കും എല്ലാവരും കൂടെ കണ്ണന് നേരെ തിരിഞ്ഞ് കണ്ണനാണ് ഇനി അടുത്ത തവണ കുനിഞ്ഞ് നിൽക്കണ്ടേ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ സമ്മതിക്കുകയാണ്.
ശരി, ഇനി ഞാൻ അങ്ങനെ കുഞ്ഞൊക്കെ ആദ്യമൊക്കെ പറയും, ആദ്യം പറയും ഞാൻ നന്ദഗോപരുടെ മകനാണ്, ഞാൻ അങ്ങനെ കളിയിൽ തോറ്റതായിട്ട് സമ്മതിക്കില്ല, ഞാൻ കുനിഞ്ഞ് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കുറേ ബഹളം വെക്കും കൃഷ്ണൻ കളിയിൽ ഇത് ചെയ്യാതെ ഇരിക്കാനായിട്ട്, കുനിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷെ എല്ലാവരും പറയും ഇത് കളിയാണ്, ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഒരുപാട് പശു, നിൻ്റെ വീട്ടിലും മാത്രമല്ല പശുക്കളുള്ളൂ, ഞങ്ങളുടെ വീട്ടിലെല്ലാം പശുക്കളുണ്ട്, നീ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കളിക്ക് ഇടയിൽ നിന്നെ മാത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ കുനിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹളം വെച്ച് എല്ലാവരും കൂടെ കണ്ണനെ കുനിഞ്ഞു നിൽക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ നമ്മുടെ കണ്ണൻ കുനിഞ്ഞു നിൽക്കും, അവർക്കൊക്കെ പുറത്തോടെ ചാടാനായിട്ട്. അപ്പോൾ കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുത്തിട്ട് ഇത്രയും നേരം തോറ്റു കൊടുക്കാതിരുന്നതിൻ്റെ ഒരു ദേഷ്യവും അവൻ തോപ്പിച്ചതിലുള്ള സന്തോഷവും എല്ലാം കൊണ്ട് എല്ലാവരും മത്സരിച്ച് കണ്ണൻ്റെ മുകളിലൂടെ ചാടാനായിട്ട് തുടങ്ങും. അപ്പോൾ ചാടുന്ന വഴിക്ക് ഓരോരുത്തർ കണ്ണനിട്ട് നല്ല തട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദന എടുക്കില്ലേ എന്നിങ്ങനെ നമുക്ക് തോന്നും. അതുപോലെയാണ് എല്ലാവരും വാശിക്ക് ഭഗവാന്റെ മുകളിലൂടെ അങ്ങനെ ചാടുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഈ കളിയെല്ലാം മുകളിലിരിക്കുന്ന ദേവന്മാരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ദേവന്മാർക്കെല്ലാം ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. സർവപ്രപഞ്ചത്തിൻ്റെയും ആ പരമപുരുഷോത്തമനായിട്ടുള്ള സർവത്തിൻ്റെയും സൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാൻ ആ കൊച്ചു ബാലകരുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഒപ്പം തന്നെ സാക്ഷാൽ ആ ഭഗവാന്റെ പുറത്തല്ലേ ഇവരെല്ലാം ചവിട്ടി വേദനിപ്പിക്കുന്നത്, ആ പുറം വേദന എടുക്കുവോ അല്ലെങ്കിൽ ആ പുറത്തെല്ലാം ഇതുപോലെ ചവിട്ടാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ, ഇതെല്ലാം കണ്ട് ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ദേവന്മാരെല്ലാം നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ കൗതുകത്തോടു കൂടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആർക്കും കണ്ണൻ്റെ എല്ലാവരും മത്സരിച്ചിട്ടാണ് ചാടുന്നത്. ആരും കണ്ണൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാത്ത വണ്ണം മത്സരിച്ച് ചാടുകയാണ്. അപ്പോൾ കണ്ണൻ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സൂര്യദേവനും ചന്ദ്രദേവനും അതുപോലെ യമദേവനും എല്ലാവർക്കും താഴോട്ട് വന്ന് ഇത് തൊട്ടടുത്ത് കാണണം, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കാണണമെന്ന് ആദ്യം തോന്നും. അപ്പോൾ എല്ലാവരും അടുത്തേക്ക് ഗോപാലകന്മാരായിട്ട് വരികയാണ്. വന്നതിന് ശേഷം അവർ കുറച്ചു നേരം ഇതിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നിട്ട് അവർ വിചാരിക്കും, ഓക്കെ ഭഗവാന്റെ മുകളിലൂടെ ചാടാൻ കിട്ടുന്ന ഒരവസരമല്ലേ, നമുക്ക് കൂടി ഇതൊന്ന് പരീക്ഷിച്ച് എല്ലാവരും അങ്ങനെ ആർത്ത് ചിരിക്കുകയാണ്. അത്രയേറെ സന്തോഷത്തിൽ ആനന്ദിച്ച് തിമിർത്താണ് എല്ലാവരും ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സന്തോഷിക്കാനായിട്ട് നമുക്കും ഇതുപോലെ ഒരു അവസരം കിട്ടുകയല്ലേ, നമുക്കും ഇതൊന്ന് ചെയ്തു നോക്കാമെന്ന് കരുതിയിട്ട് സൂര്യദേവനും ചന്ദ്രദേവനും എല്ലാവരും ഈ ഗോപാലകന്മാരുടെ വേഷത്തിൽ അടുത്തോട്ട് ചെല്ലുകയാണ് ഇവരുടെ. അപ്പോൾ ആദ്യം ചന്ദ്രദേവൻ ചെന്നിട്ട് ചാടാം എന്നൊക്കെ കരുതി ഇങ്ങനെ ഓടി ഇങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ അടുത്തെത്തുമ്പോഴത്തേനും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് വിറച്ചിട്ട് ചാടാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക? അപ്പം ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോഴേക്കും കൊച്ചു കുട്ടികൾ ബാക്കിയുള്ള ഗോപാലകന്മാരൊക്കെ വിളിച്ച് പറയും, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്ക് ചാടാൻ പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്കുക, അങ്ങോട്ട് ഞങ്ങൾ ചാടട്ടെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി അവരെ അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്രദേവൻ പിന്നെയും ഇങ്ങനെ ചാടാൻ ശ്രമിക്കും, പക്ഷെ പറ്റില്ല. അപ്പോൾ എന്നാൽ ഞാൻ ചാടുന്നില്ല തൽക്കാലം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് കുബേരനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വരികയാണ്. എല്ലാവരും തൊട്ടടുത്ത് ഓടിയെത്തുമ്പോഴേക്കും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് മാറുകയാണ്. ആർക്കും ചാടാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യം ചന്ദ്രദേവൻ വന്ന് ചാടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ സൂര്യദേവനും എല്ലാവരും കളിയാക്കും, ഇവിടെ വരെ വലിയ കാര്യത്തിൽ വന്ന് ചാടാനൊക്കെ നോക്കിയിട്ട് അതിന് സാധിക്കുന്നില്ല അല്ലേ, എങ്ങും മാറും, ഞാൻ ചാടാമെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആൾ വരണേ. പക്ഷേ എല്ലാവരും ഓരോരുത്തരും വരും, ഓരോരുത്തരും ചാടാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആർക്കും ആ ഭഗവാന്റെ മുകളിലൂടെ ചാടാനായിട്ട് കഴിയുന്നില്ല. സാക്ഷാൽ സർവേശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവോടുകൂടി ഭഗവാന്റെ മുന്നിലേക്ക് വന്നിട്ട് എല്ലാവരും ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മാറി മാറി നിന്ന് പോവുകയാണ്. ആർക്കും തന്നെ ഭഗവാനോട് അടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ദ്രദേവൻ പരസ്പരം ആ ദേവന്മാരൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെ
ഞങ്ങൾക്കൊന്നും സാക്ഷാൽ ഭഗവാനായിട്ട് ഭഗവാന്റെ മുകളിലൂടെ കടക്കാനായിട്ട് ആഗ്രഹിച്ച ഞങ്ങൾക്കൊന്നും ഇതിനൊരിക്കലും സാധിക്കില്ല. നിഷ്കളങ്കമായിട്ട് ആ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന, ആ ഭഗവാൻ സ്നേഹിക്കുന്ന ആ ഗോപാലകർ, ആ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് വേഷം വേണമെങ്കിലും കെട്ടും, എന്ത് വേണമെങ്കിലും ഭഗവാൻ കളിക്കും. അവരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ഭഗവാൻ അത്രത്തോളം ആനന്ദിക്കുന്നു. ആ ഭക്തരുടെ കൂടെ ഭക്തർക്ക് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഭഗവാൻ അത്രയധികം സന്തോഷിക്കുന്നു എന്ന് തിരിച്ചറിയാണ്. അപ്പോൾ ആ തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് അവരങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് കണ്ണൻ ഒന്ന് തല ഉയർത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. ആ കൊച്ചു ഗോപാലകന്മാരുടേതുപോലെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ നിഷ്കളങ്കമായിട്ട് ഭഗവാനെ സ്നേഹിക്കുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പോൾ മാത്രമാണ് ഭഗവാൻ നമ്മളോടൊപ്പം അത്രയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ സദാ നമുക്ക് തുണയായിട്ട് കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാകും. വിവിധ ഭാവങ്ങളിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ഭഗവാൻ നമുക്ക് ഉത്തരങ്ങൾ നൽകിയും ഭഗവാൻ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എപ്പോഴും കൂടെ ഉണ്ടാവും ഭഗവാൻ. കണ്ണൻ്റെ വികൃതികൾ കേട്ടാൽ മതിയാവില്ല എന്നറിയാം. ഇനി പുതിയ കഥയുമായിട്ട് വേഗം വരുവാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ഇനി ചില കൃഷ്ണബന്ധുക്കൾ പലപ്പോഴും പല തവണയായിട്ട് മെസ്സേജുകൾ വിടുന്നുണ്ട്. ഞാനതെല്ലാം വായിക്കുന്നുണ്ട്. റിപ്ലൈ ഒരാൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് പലർക്കുമുള്ള ഒരു മറുപടി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. ഒരുപാട് സങ്കടങ്ങൾ തോന്നുക, ഡിപ്രഷൻ തോന്നുക, ഒന്നിനെയും അതിജീവിക്കാനായിട്ട് കഴിയാത്തതുപോലെ, പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ലാത്തതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയേണ്ടായി. അപ്പോൾ നമ്മൾ ഒരുപാട് ഭഗവാനോട് അടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മായാദേവിയുടെ ഒരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി. നമ്മൾ ഒത്തിരി നാമം ജപിച്ച് ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരും. നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്ന് പോകുന്നത് പോലെ തോന്നും. അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷേ അപ്പോഴും മനസ്സിലാക്കുക, ഇത് മായയുടെ ഒരു കളി മാത്രമായിട്ട് ചിന്തിക്കുക. മനസ്സിൽ ഒരുപാട് സങ്കടം വരുമ്പോൾ ഭഗവാനോട് തന്നെ പറയുക, എന്തെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കിയാലും നിന്നിൽ നിന്ന് അകറ്റുന്ന ഒന്നും എന്നിലേക്ക് കൊണ്ടുവരരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനകൾക്കും സാധിക്കുന്നില്ല, ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനോ നാമം ജപിക്കുവാനോ രാമായണം വായിക്കുവാനോ ഒന്നും തോന്നുന്നില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം പറയുകയാണ്, അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിലും കിടക്കുന്നതിന് മുമ്പ് 108 പ്രാവശ്യമെങ്കിലും വെറുതെ നാരായണ നാരായണ മാത്രം ജപിക്കുക. ഏറ്റവും എളുപ്പമുള്ള നാമമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രമൊക്കെ ജപിക്കുന്ന അത്ര പോലും നീട്ടമില്ല. ഒരു കൊച്ചു മന്ത്രമാണ് അല്ലേ നാരായണ. ഓം നമോ നാരായണായ ജപിക്കാൻ കഴിയില്ലെങ്കിലും വെറുതെ നാരായണ മാത്രമെങ്കിലും ജപിക്കുക. 5 മിനിറ്റ് സമയം എടുക്കുള്ളൂ 108 പ്രാവശ്യം ഒന്ന് നാരായണ ജപിക്കാൻ. അത്രയേറെ സമയമൊന്നും വേണ്ട. അപ്പം അത്രയെങ്കിലും ജപിച്ചിട്ട് കിടക്കുക. ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും ഓരോ ദിവസം ജപിക്കുമ്പോഴും ഭഗവാനോട് ആവർത്തിച്ച് പറയുക, നിന്നിൽ നിന്ന് അകറ്റുന്നതൊന്നും എന്നിലേക്ക് കൊണ്ടുവരരുതേ എന്ന്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മാത്രം നീ എന്നോട് ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കും. മനസ്സിലുള്ള സങ്കടമൊക്കെ ഭഗവാൻ മാറ്റിത്തരുകയും ചെയ്യും. നമ്മുടെ മനസ്സിലെ കൊതിയാണ് ഭഗവാന് നമ്മളോടുള്ള അത്രയേറെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് ഭഗവാൻ അവസരമൊരുക്കി തരും. എത്രത്തോളം കൊതി നമ്മുടെ മനസ്സിൽ ഭഗവാനോടുണ്ട് എന്ന് അറിയാനായിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ സ്നേഹത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കൂടെ ഭഗവാൻ സദാ ഉണ്ടാവും. എപ്പോഴും ഭഗവാന്റെ തുണ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ കൊച്ചു ഓഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, പ്രയോജനപ്രദമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ
രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ